A vessel containing 40 liters of pure wine. Find the amount of water mixing if he sells the mixture at cost price and gains 20%. ഞാൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അലിഗേഷൻ രീതിയിൽ, സാധാരണ വേറെ മെത്തേഡിലൊക്കെ ചെയ്യാൻ പറ്റും, അലിഗേഷൻ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തായിരുന്നു, ഒരു ചീപ്പർ ക്വാണ്ടിറ്റി വേണം, ഒരു ഡെൻസർ ക്വാണ്ടിറ്റി വേണം, ഒരു മീൻ ക്വാണ്ടിറ്റി വേണം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ ഒരു എന്തിന്റെ കാര്യം പറയുന്നുള്ളൂ, ഒരു 40 ലിറ്റർ പ്യുവർ വൈനുണ്ട്, ഒരു 40 ലിറ്റർ പ്യുവർ വൈനുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. വാട്ടർ എത്ര ആഡ് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് വേണ്ടുന്നത്. എന്നിട്ട് അയാൾ അത് വിൽക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് വിൽക്കുന്നത്. അങ്ങനെ വിൽക്കുമ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നു എന്നും പറയുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചീപ്പർ ക്വാണ്ടിറ്റി ഡെൻസർ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. അതിലാദ്യം മനസ്സിലാക്കേണ്ടത് ഈ വാട്ടറിന് അത് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരു ക്വാണ്ടിറ്റി കോസ്റ്റ് പ്രൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, മീൻ വാല്യൂ എല്ലാം നമ്മൾ എന്ത് തന്നെ എടുക്കണം? കോസ്റ്റ് പ്രൈസ് തന്നെ എടുക്കണം. നിങ്ങൾക്ക് ബേസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി സെല്ലിംഗ് പ്രൈസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ സെല്ലിംഗ് പ്രൈസ്, റൈറ്റ് സൈഡിലെ സെല്ലിംഗ് പ്രൈസ്, മീൻ വാല്യൂന്റെ സെല്ലിംഗ് പ്രൈസ്, ആ രീതിയിലേ ചെയ്യാവൂ. അപ്പൊ നമുക്ക് എപ്പോഴും എടുക്കാൻ എളുപ്പമുള്ളത് കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ നോക്കുന്നു വൈനിന്റെ കോസ്റ്റ് പ്രൈസ്. നമുക്ക് സത്യം പറഞ്ഞാൽ വൈനിന് എത്ര രൂപ ഈ 40 ലിറ്ററിനൊന്നും പറയുന്നു, പക്ഷെ എത്ര രൂപയ്ക്കാണ് മേടിച്ചതെന്നോ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു ഈ 1 ലിറ്റർ വൈനിന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ 1 രൂപയായിട്ട് വിചാരിച്ചു. ഈ 1 രൂപ എന്ന് വെച്ചാൽ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു എന്ത് നമ്പർ എടുക്കുന്നിടത്തല്ല, നമ്മൾ ചെറിയ നമ്പർ ആയിട്ടുള്ള 1 എടുത്താൽ കാൽക്കുലേഷൻ അത്രയും സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 1 ലിറ്റർ വൈനിന് ഇവിടെ എത്ര രൂപയാണ്? 1 രൂപയാണെന്ന് വിചാരിച്ചു. അതുപോലെ കോസ്റ്റ് പ്രൈസ് ഓഫ് വാട്ടർ എത്ര? 1 ലിറ്റർ വാട്ടർ. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇയാൾ വാട്ടർ മിക്സ് ചെയ്തത്. വാട്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ വാട്ടർ മിക്സ് ചെയ്തത്. അല്ലാതെ വാട്ടർ കാശ് കൊടുത്ത് മേടിക്കും കാര്യം അതിനകത്ത് ഈ വൈനകത്തും പാലിനകത്തും ഒക്കെ വാട്ടർ മിക്സ് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ വാട്ടറിന്റെ കോസ്റ്റ് പ്രൈസ് അയാൾക്ക് എത്ര ചെലവാകുന്നുണ്ട്? പ്രത്യേകിച്ച് പൈസയൊന്നും ചെലവാകുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത്? വാട്ടർ അതിനകത്ത് മിക്സ് ചെയ്തത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായി ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന മിക്സ്ചറിന്റെ കോസ്റ്റ് പ്രൈസ് അറിയണം. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, മിക്സ്ചറിന്റെ പ്രോഫിറ്റ് എത്ര രൂപയാണെന്ന്? 20% ആണെന്നും ഈ പറയുന്ന മിക്സ്ചറിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയാം. എന്താണ് ഈ മിക്സ്ചറിന്റെ സെല്ലിംഗ് പ്രൈസ്? നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എത്ര രൂപയ്ക്കാണ് അയാൾ 1 ലിറ്റർ വൈൻ മേടിക്കുന്നത് അതേ വിലയ്ക്ക് തന്നെയാണ് അയാൾ ഇപ്പോഴും വിൽക്കുന്നത്, എപ്പോഴും വിൽക്കുന്നത്. അതായത് 1 രൂപ വൈൻ വേറെ കടയിൽ നിന്ന് ഞാൻ 1 രൂപയ്ക്ക് 1 ലിറ്ററിന് 1 രൂപയ്ക്കുള്ള വൈനാണ് വാങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇന്നലെ വിറ്റുകൊണ്ടിരുന്ന പ്യുവർ വൈന് 1 രൂപയ്ക്കാണ്. ഇന്ന് ഞാൻ അതിനകത്ത് കുറച്ച് വാട്ടർ മിക്സ് ചെയ്തു എങ്കിലും ഇന്ന് ഞാൻ വിൽക്കുന്ന 1 ലിറ്റർ എന്ന് പറയുന്ന ആ വൈൻ വാട്ടർ മിക്സ്ചറിന് ഞാൻ ചെലവാക്കുന്ന പൈസ എത്രയാ? 1 രൂപ തന്നെയാണ്. കാരണം അത് വാങ്ങുന്നയാളെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് ഇപ്പോഴും എന്താണ്? 1 ലിറ്റർ പ്യുവർ വൈനാണ്. 1 ലിറ്ററിന് എത്ര രൂപ ചെലവാകുന്നുള്ളൂ? ഇന്നലെ വരെയും 1 രൂപ ചെലവാകുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എത്ര രൂപയ്ക്കേ വിൽക്കുള്ളൂ? 1 രൂപയ്ക്കേ വിൽക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഈ സെല്ലിംഗ് പ്രൈസ് വന്നത് മനസ്സിലായോ? ഇവിടെ പറയുന്നുണ്ട് അതിന്റെ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അയാൾ വിൽക്കുന്നത് എന്ന്. എത്രയാണോ എനിക്ക് ചെലവാകുന്നത് ആ വിലയ്ക്ക് തന്നെയാണ് ഞാൻ 1 ലിറ്റർ വിൽക്കുന്നത്. പക്ഷെ ഇന്നലെ വരെ ഞാൻ പ്യുവർ വൈനാണ് വിറ്റുകൊണ്ടിരുന്നത്, ഇന്ന് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വിൽക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടിയിൽ സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് വന്നിട്ടും സെല്ലിംഗ് പ്രൈസിൽ അഡീഷണൽ എക്സ്ട്രാ ചാർജ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇത് ബേസിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നത്, കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുന്നുള്ള കാര്യം. എങ്കിൽ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ലിറ്റർ, 1 ലിറ്ററിന് സെല്ലിംഗ് പ്രൈസിന് 1 രൂപയാണെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് എത്രയാണ്? 20% ആണെന്ന് മനസ്സിലായി. എങ്കിൽ സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ലിറ്റർ വൈൻ നമുക്ക് കിട്ടത്തില്ലേ? എത്ര കിട്ടും? 100 SP, അതായത് 100 × 1 ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് 120. 100/120 എത്ര കിട്ടും? 10/12 5/6 എന്ന് കിട്ടും. അതായത് നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ലിറ്റർ മിക്സ്ചർ, ഇവിടെ എന്താണ് പറഞ്ഞത്? വൈനല്ല, കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ലിറ്റർ മിക്സ്ചർ. ഇപ്പൊ വൈനും വാട്ടറും കൂടി ചേർന്നുള്ള മിക്സ്ചറിന് 1 ലിറ്ററിന് നമുക്ക് എത്ര ചിലവാകുന്നുണ്ട്? 5/6 രൂപ ചിലവാകുന്നുണ്ട്. അപ്പം കോസ്റ്റ് പ്രൈസ് ഓഫ് വൈൻ നമുക്കറിയാം 1 കോസ്റ്റ് പ്രൈസ് ഓഫ് വാട്ടർ നമുക്കറിയാം 0 എന്ന്. കോസ്റ്റ് പ്രൈസ് ഓഫ് മിക്സ്ചർ ഞാൻ ഇതങ്ങ് മായ്ച്ചു വെക്കട്ടെ, ഞാനങ്ങ് മായ്ക്കുകയാണ് സ്ഥലമില്ലാത്തതുകൊണ്ട്. കോസ്റ്റ് പ്രൈസ് ഓഫ് മിക്സ്ചർ നമുക്കിപ്പോൾ എത്ര കിട്ടി? 5/6 ആയി. ഇനിയിപ്പോ നോക്കി നമുക്കിപ്പം ലെഫ്റ്റ് സൈഡായി, റൈറ്റ് സൈഡായി, മീൻ വാല്യൂ ആയി. ശ്രദ്ധിക്കുക,
നമുക്കൊരു ഡെൻസർ ക്വാണ്ടിറ്റി ആയി, ഒരു ചീപ്പർ ക്വാണ്ടിറ്റി ആയി. ഇവർ രണ്ടുപേരും കൂടി ചേരുന്ന ക്വാണ്ടിറ്റി ആയിരിക്കണം മിക്സ്ചർ. ഇത് രണ്ടോട് ചേർന്ന ക്വാണ്ടിറ്റി അല്ലേ മിക്സ്ചർ. ഈ രണ്ട് വാല്യൂവിന് ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കണം മിക്സ്ചർ. 1നും 0യ്ക്ക് ഇടയിലല്ലേ 5/6 നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ആയി. എങ്കിൽ നമ്മൾ അലിഗേഷൻ ചെയ്ത് നോക്കുന്നു. എത്ര കിട്ടും? 1 - 5/6, അതായത് 6/6 - 5/6. അടുക്കാറ് എപ്പോഴും 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഫ്രാക്ഷൻ ആക്കിക്കൂടെ? 1 - 5/6ന്റെ 1നെ നമ്മൾ 6/6 ആയിട്ട് എടുത്തു. 6/6 എന്താ 1 തന്നെയല്ലേ? -5/6. ഈ സബ്ട്രാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടി 6/6 - 5/6 എത്ര കിട്ടും? 1/6 എന്ന് കിട്ടും. ഇവിടെയോ മീൻ വാല്യൂയിൽ നിന്ന് ചീപ്പർ ക്വാണ്ടിറ്റി പറയുന്നത് 5/6 - 0 എത്ര കിട്ടും? 5/6. എന്ന് വെച്ചാൽ നമ്മുടെ റേഷ്യോ എത്രയാ? 5/6 = 1/6. സെയിം റേഷ്യോ എല്ലായിടത്തും ക്യാൻസൽ ചെയ്ത് കളയാം. റേഷ്യോ എത്ര കിട്ടി? 5:1. അതായത് വൈൻ 5 ലിറ്റർ എടുത്താൽ വാട്ടർ എത്ര ലിറ്റർ എടുക്കണം? 1 ലിറ്റർ എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് റേഷ്യോ കിട്ടി, നമുക്ക് ആൻസർ റേഷ്യോ കിട്ടി. വൈൻ ഈസ്റ്റ് വാട്ടർ ഏത് റേഷ്യോയിൽ എടുക്കണം? 5:1 റേഷ്യോയിൽ എടുക്കണം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ എത്ര പ്യുവർ വൈൻ ഉണ്ട്? 40 ലിറ്റർ പ്യുവർ വൈൻ ഉണ്ടെങ്കിൽ ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് വാട്ടർ. എത്ര എമൗണ്ട് വാട്ടർ ആണ്? അപ്പം 5 ലിറ്റർ വൈൻ ഉണ്ടെങ്കിൽ നമ്മൾ 1 ലിറ്റർ വാട്ടർ എടുക്കണമെങ്കിൽ 40 ലിറ്റർ വൈൻ ആണെങ്കിൽ എത്ര ലിറ്റർ വാട്ടർ എടുക്കണം? 5നെ 40 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എങ്കിൽ ഒന്നിനെ എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര ലിറ്റർ വാട്ടർ ഒഴിക്കണം? 8 ലിറ്റർ വാട്ടർ അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ 40 ലിറ്ററിന്റെ ആ പ്യുവർ വൈൻ്റെ കൂടെ 8 ലിറ്റർ വാട്ടർ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അയാൾ വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ലാഭം കിട്ടും? 20% ലാഭം കിട്ടും. 40ന്റെ 20% എത്രയാ? 8 രൂപ. കറക്റ്റ് അല്ലേ? ആ 8 രൂപ ഇവിടുന്ന് കിട്ടി, ഈ 8 ലിറ്ററിൽ നിന്ന് കിട്ടി. ക്വസ്റ്റ്യൻ അല്ല, ഇത് ആൻസർ കിട്ടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നൊരു കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇയാൾ 1 ലിറ്ററിന് 1 രൂപ എന്നല്ലേ ഞാൻ അസ്യൂം ചെയ്തേ? 1 ലിറ്ററിന് 1 രൂപയായിരുന്നു. ഈ 40 ലിറ്റർ മേടിക്കാൻ വേണ്ടി അയാൾക്ക് എത്ര ചെലവായി? കോസ്റ്റ് പ്രൈസ് 40 രൂപ ചെലവായി അല്ലേ? അതിനകത്തേക്ക് അയാൾ എന്ത് ചെയ്തു? 8 ലിറ്റർ വെള്ളം ഒഴിച്ചു. 8 ലിറ്റർ ഒഴിച്ചു. പക്ഷെ അത് CPയിലല്ല വരുന്നത്, പ്ലസ് ഒരു 8 ലിറ്റർ വാട്ടർ ഒഴിച്ചു. അതിന് എക്സ്ട്രാ ചിലവൊന്നുമില്ല. മൊത്തത്തിൽ കോസ്റ്റ് പ്രൈസ് എനിക്ക് എത്രയാകുന്നുള്ളൂ? 40 രൂപയെ CP ആകുന്നുള്ളൂ. പക്ഷെ മൊത്തം എത്ര ലിറ്റർ ആയി? 48 ലിറ്റർ ആയി. പക്ഷെ വാങ്ങുന്നയാളെ സംബന്ധിച്ച് ഇതെന്താണ്? ഒരു 48 ലിറ്റർ വൈൻ തന്നെയാണ്. അത് ഞാൻ വിൽക്കുമ്പോഴും 1 ലിറ്ററിന് 1 രൂപ വെച്ച് 48 ലിറ്റർ വിൽക്കുമ്പോൾ എനിക്ക് സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? 48 രൂപ കിട്ടും. കാരണം 1 ലിറ്ററിന് 1 രൂപ വെച്ചാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ 48 ലിറ്റർ വൈൻ എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ എനിക്ക് 1 ലിറ്ററിന് 1 രൂപ വെച്ച് 48 ലിറ്ററിന് 48 രൂപ കിട്ടും. അപ്പൊ എനിക്ക് എക്സ്ട്രാ എത്ര രൂപ ലാഭം കിട്ടി? 8 രൂപ ലാഭം കിട്ടി. 40 രൂപ ചിലവായി, 48 രൂപ കിട്ടി, 8 രൂപ ലാഭം കിട്ടി. ഈ 8 രൂപ എന്ന് പറയുന്നതിന്റെ CPയുടെ എത്ര പെർസെന്റേജാ? CPയുടെ 20% ഞാൻ നോക്കിയാൽ 40ന്റെ 20% എത്രയാ? 40ന്റെ 10% 4 രൂപ, 20% 8 രൂപ. അപ്പൊ 20% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ ആഡ് ചെയ്യണം? 8 ലിറ്റർ വൈൻ ആഡ് ചെയ്താൽ ഉറപ്പായിട്ട് എനിക്ക് എന്തായിരിക്കും? ഒരു 20% പ്രോഫിറ്റ് കിട്ടും. നമ്മുടെ ആൻസറിൽ എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ട് ഞാൻ ഈ എക്സ്പ്ലനേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ട. കാരണം ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് കാണാതെ പഠിച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്കിത് ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ കിട്ടണം, എന്താണ് നടക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എത്രയേ ഉള്ളൂ? എത്ര ലിറ്റർ ആഡ് ചെയ്യണം? ഒരു 8 ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ 20% പ്രോഫിറ്റ് ആവും. അപ്പൊ ഏതാണ്ട് ഏകദേശം നമ്മളൊരു അലിഗേഷൻ മിക്സ്ചർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എന്താണ് കിട്ടുന്നതെന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ മെർച്ചന്റ് ഹാസ് 2400 kilogram of rice, a part of which he sells at 10% profit and the rest at 16% profit. Overall he gains 12%. അത് മൊത്തത്തിലേക്ക് എന്ത് ചെയ്ത് ഒരു 12% പ്രോഫിറ്റ് കിട്ടി. ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 16% പ്രോഫിറ്റ് ഈസ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഒരാളുടെ കയ്യിൽ 2400 കിലോഗ്രാം സാധനം ഉണ്ടായിരുന്നു. 2400 കിലോഗ്രാം ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അതിന്റെ കുറച്ച് പോർഷൻ 10% പ്രോഫിറ്റിലും വിറ്റു, വേറെ കുറച്ചൊരു 16% പ്രോഫിറ്റിലും വിറ്റു. ഇങ്ങനെ 2 രീതിയിൽ വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ടോട്ടൽ ഓവറാൾ എന്ത് കിട്ടി? ഒരു 12% പ്രോഫിറ്റ് കിട്ടി. രണ്ടും കൂടി ചേർത്തല്ലേ ഈ 12%. അപ്പൊ ഓവറാൾ അയാൾക്ക് എത്ര കിട്ടി? ഒരു 12% പ്രോഫിറ്റ് കിട്ടി. എങ്കിൽ അതിൽ 16% പ്രോഫിറ്റിൽ വിറ്റതിന്റെ ക്വാണ്ടിറ്റി എമൗണ്ട് എത്രയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇത് 10%, 16% രണ്ടും കൂടി ചേർത്തിട്ട് 12%. അലിഗേഷൻ ചെയ്യുന്നു. 16/12 എത്ര കിട്ടി? 4 കിട്ടി. 12 - 10 എത്ര കിട്ടി? 2 കിട്ടി. 4:2 എന്ന് വെച്ചാൽ എത്രയാ? 2:1. ഈ 2:1 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? ടോട്ടലുള്ള 2400 രൂപേനെ മൊത്തം എത്രയായിട്ട് ഭാഗിച്ചാൽ? 2 1 3 3 ഭാഗിച്ചാൽ
അതിൽ 16% ചോദിച്ചിരിക്കുന്നത്. 16% പോർഷൻ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിന്റെ റേഷ്യോ. അതിൽ ഒരു ഭാഗമായിരിക്കും എന്ത് അയാൾ എന്തിൽ ചെയ്തിട്ടുണ്ടാവുക, അയാൾ 16% വിറ്റിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് 16% എത്ര കിലോ വിട്ടിട്ടുണ്ടെന്നൊക്കെ മൊത്തം 2400 3ആയിട്ട് ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗം എത്ര കിട്ടും? 24/3 800 രൂപ. അപ്പൊ 800 രൂപയല്ല, 800 കിലോഗ്രാം. ഈ 800 കിലോഗ്രാം ആയിരിക്കും എന്ത് അയാൾ ഈ പറഞ്ഞ 16% വിട്ടിട്ടുണ്ടോ. നിങ്ങൾ അല്ലെങ്കിൽ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2400 ഈ പറഞ്ഞ 800 കിലോഗ്രാം എത്ര രൂപയ്ക്ക് വിൽക്കുക? 16% പ്രോഫിറ്റിൽ വിൽക്കുക. അത് കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടാവും? ഇനി ഈ 10% പ്രോഫിറ്റിന്റെ കഥയാണ് ചോദിക്കുന്നത്. നമ്മൾ ഏത് റേഷ്യോ എടുക്കണം? 2 റേഷ്യോ. അതായത് 2400 മൊത്തം എത്രയായിട്ട് ഭാഗിക്കണം? 3ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 2 പോർഷൻ എത്ര കിട്ടും? 1600 രൂപ. നമുക്ക് ഈ 1600 രൂപയിൽ 1600 കിലോഗ്രാം. ഈ 1600 കിലോഗ്രാം 10% ലാഭത്തിൽ വിൽക്കുക. 1600 കിലോഗ്രാം 10% വിറ്റിട്ട് അതിന് സെല്ലിംഗ് പ്രൈസ് നോക്കുക. 800 കിലോഗ്രാം 16% ലാഭത്തിൽ വിറ്റിട്ട് അതിന്റെയും എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് നോക്കുക. ഈ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ 2400 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓവറോൾ എത്രയാണെന്ന് 12% ആണോ ചെക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ശരിയായിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ അത്രയും എളുപ്പമാക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2000 സാധാ മെത്തേഡ് ചെയ്താൽ നമ്മൾ സാധാ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ അലിഗേഷൻ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പെർസെന്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, എന്തായിരുന്നു, അലിഗേഷൻ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി വേണം, ഒരു വലിയ ക്വാണ്ടിറ്റി വേണം. അവ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ആ 2 വാല്യൂന്റെയും കൂടി ഇടയിൽ വരുന്ന ഒരു മീൻ ക്വാണ്ടിറ്റി കൂടി വേണം. അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? റേഷ്യോ കിട്ടുള്ളൂ. അത് ഇൻപുട്ട് കൊടുത്തതിന്റെ റിവേഴ്സ് റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ അത്രയും സിമ്പിൾ ആണെന്ത് ഈ പറയുന്ന അലിഗേഷൻ മിക്സ്ചർ വെച്ച് ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതിന്റെ ആൻസർ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരാം. ഇതിന് ആൻസർ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അലിഗേഷൻ മിക്സ്ചർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തനിയെ ചെയ്ത് ശീലിക്കണം, തനിയെ ചെയ്ത് നോക്കണം. കാരണം തനിയെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ ചെയ്ത ആൻസറും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ. A man covered a distance of 50 km in 5 hours. 5 hours അതിന് കുത്തുണ്ട് കേട്ടോ. അതായത് a man covered a distance of 50 kilometers. ഒരാൾ ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. മൊത്തം 50 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. അതായത് എത്ര സമയം എടുത്തു? ഒരു 5 മണിക്കൂർ എടുത്തു. 5 മണിക്കൂർ എടുത്താണ് അയാൾ ഈ 50 കിലോമീറ്റർ സഞ്ചരിച്ച് തീർത്തത്. ഇതുവരെ മനസ്സിലായി. ഇനി പറയുന്നു പാർട്ട്ലി ബൈ ബസ് at 12 km/h and partly by foot 7 km/h. ഈ ഒരു 50 കിലോമീറ്റർ അയാൾ എങ്ങനെ സഞ്ചരിച്ചേ? കുറച്ച് ദൂരം അയാൾ എന്ത് ചെയ്തു? ഒരു ബസ്സിലാണ് സഞ്ചരിച്ചത്. കുറച്ച് ദൂരം അയാൾ എന്ത് ചെയ്തു? ഒരു ബസ്സിൽ സഞ്ചരിച്ചു. തുടക്കത്തിൽ നിന്ന് ബസ് കിട്ടി, എവിടെയോ ഒരു സ്റ്റോപ്പിൽ, ഏതോ ഒരു സ്റ്റോപ്പിൽ വന്നിറങ്ങി. ഈ ബസ്സിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഒരു 12 km/h സ്പീഡിലാണ് എന്ത് ചെയ്തത്? ഈ ബസ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബസ്സിന്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു 12 km/h ആയിരുന്നു. അങ്ങനെ തുടക്കത്തിൽ നിന്ന് അയാൾ എത്രയോ ദൂരം ബസ്സിൽ സഞ്ചരിച്ചു, എവിടെയോ ഇറങ്ങി. അതിനുശേഷം ബാക്കിയുള്ള ദൂരം അയാൾ എന്ത് ചെയ്തു? നടന്നു പോയി. അയാൾ എന്ത് ചെയ്തു? നടന്നിട്ടാണ് ബാക്കിയുള്ള ദൂരം പോയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ഏത് ഡിസ്റ്റൻസ്? 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. അങ്ങനെ ഈ നടക്കാൻ വേണ്ടി അയാൾക്ക് എടുത്തതോ 7 km/h സ്പീഡായിരുന്നു അയാൾ നടക്കുമ്പോൾ കിട്ടിയത്. അങ്ങനെ റോക്കറ്റ് പോലെ നടന്നു. റോക്കറ്റ് പോലെ നല്ല ഉദ്ദേശിച്ച് നല്ല ആഞ്ഞു വെച്ച് നടന്നു. 1 മണിക്കൂറിൽ അയാൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 7 കിലോമീറ്റർ സഞ്ചരിക്കും എന്നുള്ള രീതിയിൽ അയാൾ സഞ്ചരിച്ചു. അങ്ങനെ നടന്ന് അയാൾ എത്തേണ്ട സ്ഥലത്തെത്തി. എത്തേണ്ട സ്ഥലത്ത് വെച്ചാൽ അയാൾ സ്റ്റാർട്ട് ചെയ്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ദൂരെ എത്തി. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്തായിരുന്നു? അയാൾ മൊത്തം 50 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനെടുത്ത സമയം 5 കിലോമീറ്റർ ആണ്. അതിൽ കുറച്ച് ദൂരം അയാൾ 12 km/h സഞ്ചരിച്ചു. ബാക്കി കുറച്ച് ദൂരം അയാൾ 7 km/h സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബസ്. അയാൾ ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. നിങ്ങളിത് അലിഗേഷൻ മെത്തേഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡാണ് ഇപ്പോൾ ഓർമ്മ വരുന്നെങ്കിൽ ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ നിങ്ങൾ അലിഗേഷനിലും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത്ര എളുപ്പമാണ് അലിഗേഷൻ. ആ രീതി ചെയ്താൽ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. അപ്പൊ എന്താണ് അലിഗേഷന്റെ ഫോർമാറ്റ്, എങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നത് എന്നും ചെക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതിന്റെ ആൻസർ ഉറപ്പായിട്ടും ഇതിന്റെ എക്സ്പ്ലനേഷനും ആൻസറും ഞാൻ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് കിട്ടും നോക്കും. അതുവരെ ശരിയെങ്കിൽ ബൈ.